എങ്ങനെയുണ്ട് ഗീവർഗീസേ നമ്മുടെ പിള്ളേര്? പിന്നെ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം. ഇത്തവണയും ട്രോഫി നമുക്ക് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും. അതെന്റെ ഒരു വാശിയാ. തെക്കേമല സ്കൂളും നമ്മളും തമ്മിൽ ആ മത്സരം എന്നുള്ളത് അറിയാമല്ലോ. അറിയാം അച്ചോ. അവിടുത്തെ പ്രിൻസിപ്പാള് പുറത്തുനിന്ന് കോച്ചുകളെ വെച്ചാ പ്രാക്ടീസ് ചെയ്യിക്കുന്നേ. അവർക്ക് അതിനുള്ള പണവും സ്വാധീനവും ഒക്കെ ഉണ്ട്. നമ്മുടെ പിള്ളേരെന്ന് വെച്ചാ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരാ. എന്തെങ്കിലും കഴിച്ചാ കഴിച്ചു. ഇവിടത്തെ മാനേജ്മെന്റിനാണെങ്കിൽ ചക്രവും കമ്മി. പക്ഷേ ഗീവർഗീസിന്റെ മിടുക്ക് കൊണ്ടാ കഴിഞ്ഞ 10 വർഷമായി ഈ സ്കൂളിനൊരു പേര് വന്നേ. ഇതെന്റെ കഴിവൊന്നുമല്ല അച്ചോ. നല്ല ചങ്കുറപ്പുള്ള പിള്ളേരാ നമ്മുടെ കൈമുതല്. പ്രത്യേകിച്ചും ജോയും പ്രശാന്തും ഒക്കെ. പിന്നെ അച്ഛന്റെ സഹായവും. ഗീവർഗീസേ, ഇത്തവണ അങ്ങ് ഡൽഹി വരെ നമ്മുടെ സ്കൂളിന്റെ പേരെത്തണം. അച്ഛന്റെ സഹായം ഉണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ സംഭവിക്കും. നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക. ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കോളും. ഇല്ല, ഇവിടെ നിന്ന് അങ്ങനെ ആരും ഒരു സ്പോർട്സിനും പോകുന്നില്ല. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കാര്യം നിനക്കറിയാലോ. അതിന് പരീക്ഷ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ പഠിച്ചോളും. ഇതാകെ 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും. അതിനൊക്കെ നമ്മൾ തുള്ളാൻ നിന്നാലേ ഇവന്റെ ഭാവിയാ പോകുന്നത്. ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലേ നീയാ ഇവരെ നോക്കേണ്ടത്. ആ ഓർമ്മ വേണം. അപ്പച്ചാ, ഈ പ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയാ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല. സത്യം ഒന്ന് പറ അപ്പച്ചാ. വീട് അപ്പച്ചാ. അതാണ് നിങ്ങളുടെ ഒക്കെ ആഗ്രഹമെങ്കില് ഞാനായിട്ടത് മുടക്കുന്നില്ല. എന്നാ പോകാൻ ഒരുങ്ങിക്കോ. വേഗമാട്ടെ മാതച്ച, വെയിലിങ് കേറി വന്നു. ഓ, ഇനി ഒരു 19 റബ്ബർ കൂടല്ലേ ഉള്ളു. അതങ്ങ് ഡബഡബാന്ന് തീരുവന്ന്. അപ്പച്ചാ, അപ്പച്ചാ, നീ ഇതുവരെ പോയില്ലേ? യാത്ര പറയാൻ വന്നതാ. അത് വെളുപ്പിനെ പറഞ്ഞതല്ലേ, പിന്നെന്താ വീണ്ടും ഒരു യാത്ര പറച്ചില്? ഞാൻ അപ്പച്ചനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മാനം കിട്ടാൻ അപ്പച്ചൻ പ്രാർത്ഥിക്കണം. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? നീ ഓടണം, ഒന്നാമതാവണം. ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിലെ 1ാമത്തെ ഓട്ടക്കാരനാവണം. അത് ഈ അപ്പച്ചനെ കാണണം. ഇല്ലയോടോ മാത്തച്ച? അതെ അതെ, യവൻ മിടുക്കനാവും. ഈ മല മുഴുവനും ഓടിക്കയറിയ കാലല്ലയോ ഇത്. ഇത്തവണത്തെ മത്സരത്തിൽ യവൻ തന്നെ 1ാമൻ. അപ്പൊ പത്രത്തില് ഞാനും ഇവനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ വരും. ആ പടത്തിന്റെ ഒരു മൂല ഈ മാത്തച്ഛനെ കൂടെ നിർത്തണോ മോനെ? അത് പിന്നെ ഇല്ലാണ്ട്. ഇത് പിടിച്ചോ. പോകുമ്പോഴേ പാറേപ്പള്ളിയിൽ ഒരു കൂട് മെഴുകുതിരി കൂടി കത്തിച്ച് വെച്ചിട്ട് വേണം വണ്ടി കയറാൻ. ശരി അപ്പച്ചാ. എന്നാ ശരി. ശരി ചെല്ലേ ചെല്ലേ. എന്റെ പാറ മാതാവേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ പിന്നീടും പൊൻകണിയാകേണ്ടേ, ലക്ഷ്യങ്ങൾ നേടാനോ കച്ചമുറുക്കണ്ടേ, ലക്ഷ്യത്തിൽ ചെന്നിടാൻ യാത്ര തുടങ്ങണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ പിന്നീടും പൊൻകണിയാകേണ്ടേ.